ലഹരിക്കടത്തുകാരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. മയക്കുമരുന്നിനെതിരായ യുദ്ധം ശക്തമാക്കുകയാണ് പഞ്ചാബ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ നിരീക്ഷിക്കുന്നതിനായി പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ക്യാബിനറ്റ് മന്ത്രിമാരുടെ 5 അംഗ സമിതി രൂപീകരിക്കുകയും ചെയ്തു. മയക്കുമരുന്നിനെതിരായ യുദ്ധം എന്ന പേരിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സമീപനമാണ് പഞ്ചാബ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഞ്ചാബ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ പോലീസ് തിരിച്ചറിഞ്ഞാൽ വിതരണ ശൃംഖലകൾ പൊളിച്ചു മാറ്റുകയും മയക്കുമരുന്ന് കടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. കൂടാതെ മയക്കുമരുന്ന് കടത്തുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ദുരുപയോഗം തടയുന്നതിനും ഇരകളെ പുനരധിവസിക്കുന്നതിനുമായി ഫലപ്രദമായ ഒരു നയം രൂപീകരിക്കുന്നതിലാണ് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. 3 വർഷത്തെ ഭരണകാലത്ത് അധികാരികൾ പ്രധാനപ്പെട്ട 6500 മയക്കുമരുന്ന് കടത്തുകാരെ അറസ്റ്റ് ചെയ്തതായും NDPS നിയമപ്രകാരം 30,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തതായും AAP ക്യാബിനറ്റ് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. കൂടാതെ മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെട്ട 10,000 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതായും മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട 100 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തതായും AAP ക്യാബിനറ്റ് മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെ നേരിടുന്നതിനായി പുതുതായി പ്രഖ്യാപിച്ച 5 അംഗ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗവും ക്യാബിനറ്റ് മന്ത്രിയുമായ അമൻ അറോറ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിൽ കേന്ദ്ര പോലീസ് നേതൃത്വത്തെ സംസ്ഥാനത്ത് വിന്യസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. BSFന്റെ അധികാരപരിധി വെറും 15 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററായി കേന്ദ്രം വർദ്ധിപ്പിച്ചു. അതിനാൽ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ വലിയ അളവിൽ മയക്കുമരുന്ന് വരുന്നുണ്ട്. കൂടാതെ 50 കിലോമീറ്റർ അധികാരപരിധി BSFന് കീഴിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരായ യുദ്ധം ആരംഭിച്ചതായി പ്രഖ്യാപിച്ച ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ കഴിഞ്ഞ 3 ദിവസമായി മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ തുടർച്ചയായി ബുൾഡോസർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അറിയിച്ചു. അകാലിദൾ കോൺഗ്രസ് സർക്കാരുകളാണ് മയക്കുമരുന്ന് കടത്തുകാർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയിരുന്നതെന്ന് പഞ്ചാബ് സർക്കാർ ചൂണ്ടിക്കാട്ടി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട FIRകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. കഴിഞ്ഞ ഒരാഴ്ചയായി ആം ആദ്മി സർക്കാർ ലുധിയാനയിലെയും പട്യാലയിലെയും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി വരികയാണെന്ന് സംസ്ഥാന മന്ത്രിസഭ ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ നികുതി മന്ത്രി ഹർപാൽ സിംഗ് ചീമയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ ഉപസമിതി മയക്കുമരുന്ന് പ്രശ്നം പരിഹരിക്കുന്നതിലും ലഹരി വിമുക്ത പരിപാടി നടപ്പിലാക്കുന്നതിലും പോലീസും ആരോഗ്യവകുപ്പുകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വക്താവ് അറിയിച്ചു.